ജിമ്മുകളിൽ ഇരിക്കുന്ന ഈ മെഷീൻ ചെസ്റ്റിനുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ മെഷീൻ എങ്ങനെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് പലർക്കും അറിയാത്തത്. നിങ്ങൾ ഈ ഹാൻഡിലിന്റെ മുകളിലേക്ക് നോക്കിയാൽ ഇവിടെ കുറേ ഹോളുകൾ കാണാം. മുമ്പിൽ നിന്നും മൂന്നാമത്തെ ഹോൾ വരെ നിങ്ങൾക്ക് ചെസ്റ്റിനാണ് ടാർഗറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇടാവുന്നതാണ്. ഇവിടെ ഒരു ലിവർ കാണും. ഈ ലിവറിൽ ജസ്റ്റ് പുള്ളി ചെയ്ത് പിടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനായാസം നീക്കാവുന്നതാണ്. ഞാൻ യൂഷ്വലി സെലക്ട് ചെയ്യുന്നത് രണ്ടാമത്തെ ഹോളാണ്. നമ്മൾക്ക് ഈ ചാരി ഇരിക്കുന്ന സീറ്റും മുൻപോട്ടും പുറകിലോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ റിസ്റ്റും ഷോൾഡറും സെയിം ലൈനിലായിരിക്കണം. അല്ലെങ്കിൽ ഷോൾഡറിനേക്കാൾ കുറച്ച് ബാക്കിലായിട്ടായിരിക്കണം നമ്മൾ റിസ്റ്റ് നിൽക്കേണ്ടത്. എൽബോ ജോയിന്റ് സ്ട്രെയിറ്റ് ആക്കി പിടിക്കാതെ ഒരു 20 ഡിഗ്രി ബെൻഡ് ഇടുക. ത്രൂ ഔട്ട് ദ മൂവ്മെന്റ് നമ്മൾ ആ 20 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഷോൾഡർ ലൈനിൽ നിന്നും നമ്മൾ റിസ്റ്റിലേക്ക് ഒരു ലൈൻ വരച്ചാൽ ആ ലൈൻ എൽബോ ജോയിന്റ് മുകളിലേക്കോ താഴേക്കോ ക്രോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇഞ്ചുറി വരുന്നതാണ്. ഈ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചെസ്റ്റ് എപ്പോഴും അപ്പ് ചെയ്ത് തന്നെ പിടിക്കുക. ഇല്ലെങ്കിൽ ഡെൽറ്റോ ജോയിന്റിലായിരിക്കും കൂടുതൽ സ്ട്രെയിൻ കിട്ടുന്നത്. ഒന്നുകൂടി പറയാൻ കേട്ടോളൂ. ആദ്യം ഈ മുകളിലത്തെ ഹോളിൽ രണ്ടാമത്തെ ഹോളിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നു. നമ്മളുടെ ഹൈറ്റിനനുസരിച്ച് താഴത്തെ സീറ്റ് സെറ്റ് ചെയ്യുന്നു. പുറകിലത്തെ സീറ്റ് ഹാൻഡിലിന്റെ കുറച്ച് മുമ്പിലായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ഇരിക്കുമ്പോൾ ചെസ്റ്റ് നല്ലതുപോലെ അപ്പ് ചെയ്ത് പിടിക്കുന്നു. ഷോൾഡർ കുറച്ച് താത്തു വെക്കുന്നു. 20 ഡിഗ്രി ബെൻഡ് എൽബോയ്ക്ക് ഇട്ടതിന് ശേഷം പതുക്കെ മുമ്പോട്ട് കൊണ്ടുവരുന്നു. ടച്ച് ചെയ്യുന്നു. പതുക്കെ റിവേഴ്സ് കൊണ്ടുപോകുന്നു. വെയിറ്റ് ഫുള്ള് തറയെ കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ല. പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്.